ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞങ്ങളിത് ഡിന്നറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സ്പൈസി ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ബണ്ണ് മാതിരി ഇരിക്കണ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് മൈദ വെച്ചിട്ട് ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂട് പാൽ വേണമെങ്കിലും എടുക്കാം. അതെടുത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ചൂട് കൂടി പോകരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. കുഴയ്ക്കുന്ന പണി മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വലിയ മെനക്കെടൊന്നും ഇല്ലത് ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആ ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് മേലെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഏകദേശം 1.5 മണിക്കൂറാണ് എടുക്കുക. അപ്പോൾ അത്രയും നേരം വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള ഒരു സവാളയും പിന്നെ ഒരു പകുതിയും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടി വരണ്ട, ആ കടിക്കുന്ന പരുവൊന്ന് മാറി കിട്ടിയാലും മതി. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ആ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് അവിടെ മാറ്റി വയ്ക്കാം. ആ ചൂടുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീണ്ടും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് തുറക്കാണ്. അതിനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് 7 പീസാക്കി മാറ്റുന്നുണ്ട്. 7 പീസാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കറക്റ്റായിട്ട് കിട്ടും ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് 7 പീസ് ഒരേപോലത്തെ സൈസുള്ള പീസാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അല്ലാതെ നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയെ നമ്മൾ 7 പോർഷനാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ബോൾ മാതിരി ഉരുട്ടിയെടുക്കണം. നല്ല പോലെ അതൊന്ന് ഒട്ടിക്കണം, എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ മസാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മയണൈസും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു കേക്ക് ടിന്നിലാണ്. അതിൽ ഞാൻ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ആദ്യം ഒരെണ്ണം വെക്കുക. പിന്നെ അത് ചുറ്റുമായിട്ട് ബാക്കിയുള്ളതും എടുത്ത് വെക്കുക. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല. ബൗളോ അല്ലെങ്കിൽ നല്ല സ്റ്റീൽ പ്ലേറ്റോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഞാനൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. അപ്പോൾ എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് സൈഡൊന്ന് ഇതാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതെല്ലാം വെച്ചതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങിയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്താൽ മതി.
അപ്പോൾ ഞാനിത് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഒന്ന് അതിൽ കട്ട് ചെയ്തിട്ടത് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഓവനിലാണ് ചെയ്യുന്നെങ്കിൽ നല്ലൊരു കളറ് കൊടുക്കുകയും ചെയ്യും ഈ ബട്ടർ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റായിട്ട് ഒരു പാത്രം ഇതേപോലെ പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ചൂടുള്ള പാത്രത്തിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റാണ് ഏകദേശം എടുത്തിട്ടുള്ളത്. അപ്പോൾ 25 തൊട്ട് 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് ചിലപ്പോൾ ടൈം ഇത്തിരിയൊക്കെ മാറ്റം വരാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മേലെയൊക്കെ നല്ല സോഫ്റ്റായി, അടിയിലൊക്കെ ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേൽഭാഗം കൂടി കുറച്ചൊന്ന് കളറാവാൻ വേണ്ടി വേറൊരു പാനിൽ ഞാൻ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിനെ ഞാൻ അങ്ങനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് വെക്കുന്ന സമയത്ത് ആ മേൽഭാഗം കൂടി ചെറുതായിട്ടൊന്ന് കളറ് മാറും. നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല, അല്ലാണ്ട് തന്നെ നല്ല കളറ് മാറും. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ അത് ഞാൻ അതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്, നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു എന്താ പറയുക, ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു മസാല നിറച്ച മാതിരി ഉണ്ടാവുക, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മയണൈസിൻ്റെ കൂടിയോ ടൊമാറ്റോ സോസിൻ്റെ കൂടിയോ, ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെർവ് ചെയ്യുക. അപ്പോൾ അതേ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.